ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ബ്രേക്കപ്പിനെ പറ്റിയാണ്. ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ വാക്ക് എല്ലാവർക്കും പരിചിതമാണ്, നോർമലൈസ്ഡ് ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് അവളെ ബ്രേക്കപ്പ് ചെയ്യണം, ഞാൻ ബ്രേക്കപ്പ് ആയിപ്പോൾ അവൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഡെയിലി കുറേ സ്റ്റോറീസ് കേൾക്കണമുണ്ട്. അപ്പം എനിക്ക് എന്തായാലും ഇത് പറയണമെന്ന് തോന്നി. കാരണം ഈ ബ്രേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ഇൻ ഇൻസ്റ്റന്റ് ഓഫ് സെക്കൻഡ് ഒരാൾക്ക് ഒരു അത് ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം. നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞവിടെ പോവുകയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ജീവിതം, അതിൻ്റെ അപ്പുറത്ത് അവരാണോ പെണ്ണോ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, അവരുടെ മെമ്മറീസ്, ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നശിച്ചു പോകുമ്പം ഒരുത്തൻ്റെ ജീവിതം, അല്ലെങ്കിൽ ആരും ആവട്ടെ, അവരുടെ ജീവിതമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകണം. അപ്പം എനിക്ക് നിങ്ങളുടെ പറയാനുള്ള കാര്യം, ബ്രേക്കപ്പ് ചെയ്യുക എന്ന് പലരും പറയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളതൊരു സ്റ്റോറി പറയാം. അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവൻ ഇതേപോലെ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇന്നും പറയണം, അവനെ പോലെ എനിക്കൊരിക്കലും ആകാൻ പറ്റില്ല, നിങ്ങൾക്ക് ആർക്കും ആകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഹീസ് സച്ച് എ സിൻസിയർ പേഴ്സൺ. അവൻ പെൺകുട്ടികളെ സ്നേഹിച്ച പോലെ എനിക്ക് തോന്നുന്നുള്ള ഇക്കാലത്ത് ആർക്കും പറ്റുമെന്ന്. കാരണം അവൻ അത്ര സ്നേഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 3-4 വർഷം മുമ്പ് അവനോട് ഞാൻ പല യാത്രകൾ ചെയ്തിട്ടുണ്ട്, പലയിടത്ത് പോയിട്ടുണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മളെ ബന്ധം. അപ്പം അവനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കൂടെ കൊണ്ട് എടുത്തൊക്കെ നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് അവൻ അതിനു വേണ്ടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരാള് എക്സ് ഓർ വൈ, ഒരാൾ കുറേ പൈസ ചിലവാക്കി കുറേ യാത്രകൾ ചെയ്ത് ഒരു പെൺകുട്ടിയെ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം, കാരണം 10,000 50,000 രൂപയൊക്കെ ചിലവാക്കി ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വേറെ ഒരു നാട്ടിൽ പോവുക, അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുക, അവൾ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുക, അവൾക്ക് വേണ്ടി പൈസ ചിലവാക്കുക, കൊണ്ട് നടക്കുക. അത് ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസത്തെ കാണലിന് വേണ്ടി മാത്രം ഇത്രയും പൈസകൾ പൊട്ടിച്ചു പോയിട്ട് വന്ന് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും അവൾക്ക് തോന്നുവാണ് അവന് പോരാ, അവന് ജോലിയില്ല, ഒരു ഗവൺമെന്റ് ജോലിയില്ല. ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ ആയിരിക്കാം, അവന് വേറെ നല്ല ജോലികൾ കാണും, പക്ഷെ അവൻ്റെ ഗവൺമെന്റ് ജോലിയില്ല എന്ന് പറഞ്ഞ് നാളെ അവൻ്റെ മുഖത്ത് നോക്കി പറയുവാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ വേറെ ആൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാളെ ഒരു പെൺകുട്ടിയെ സിൻസിയറായിട്ട് നോക്കണമെന്ന് തോന്നിയാൽ പോലും അവന് നോക്കാൻ പറ്റൂല. നിങ്ങൾ ജീവിത സാഹചര്യങ്ങൾ വെച്ചാണ് പലരും അങ്ങനെ ആയിപ്പോണം. ഒരു പെണ്ണോ ആണോ എന്തുകൊണ്ട് തിരിച്ച് രീതിയിൽ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയാം തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്ന റീസൺ എന്ന് പറയുന്നത് അവരങ്ങനെ ആക്കി തീർത്തയാണ്. അപ്പൊ ഞാൻ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നാളെ ചിരിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല, റീസൺ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തന്നെയാണ്. അവരിരുന്ന് എന്നെ എങ്ങനെ റിയാക്ട് ചെയ്യിപ്പിച്ചു, അവരെങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്, അവരെങ്ങനെ എന്നെ ആക്കി തീർത്തു, ഇതിലൂടെ പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്. നാളെ ഒരു പെൺകുട്ടിയോ ഒരു പയ്യനോ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല, അവന് കുറച്ച് കഴിഞ്ഞ് പറ്റുന്നില്ല. റീസൺ എന്ന് വെച്ചാൽ വൺസ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നു, അത്ര സിൻസിയറായിട്ട് നോക്കിയപ്പം ഏതോ ഒരു പെൺകുട്ടി അവനെ ഇങ്ങനെ ആക്കിയാൽ ഏതോ ഒരു പയ്യൻ അവളെ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പലരും ഇതിലോട്ട് വന്ന് വീണ്ടും പിന്നെ അവർക്ക് ഒരിക്കലും പേടിയാണ്. കാരണം ഇപ്പൊ ചൂടുവെള്ളത്തിൽ ഇവിടെ പൂച്ച പിന്നെ ചൂടുവെള്ളത്തിൽ തൊടുമ്പം ഒന്ന് പേടിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ പേടിച്ചില്ല, പിന്നെ അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറെ ആൾക്കാർ വരും ജീവിതത്തിലോട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറെ ആൾക്കാർ വരും. ഇന്ന് ഞാൻ പറയണം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരാൾ വന്ന് ഒരാൾ പോയാൽ ബിറ്റ്വീൻ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ ഇപ്പം അറിയപ്പെടുന്ന സാധനം. അതായത് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നിൽക്കുന്ന സമയത്ത് അവൾ പോകുമ്പോൾ അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേറൊരു പെണ്ണ് വരുവാണെങ്കിൽ അവൾ എപ്പോഴും ചിന്തിച്ചു അവൾ എത്ര കാലം നിൽക്കുമെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. ഒരു പോയിന്റ് വരെ നിൽക്കുള്ളൂ. പിന്നെ അവളെ ഇഷ്ടപ്പെട്ടു, കൂടെ നടന്നു, വർഷങ്ങളോടെ നടന്നു, വീട്ടിൽ കൊണ്ടുപോയി. ഇന്ന് നിങ്ങളത് പറയണം, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വീട്ടുകാരെ കൊണ്ട് കാണിക്കൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയണമെന്ന് വെച്ചാൽ, കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ നാളെ എൻ്റെ മകൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു പെണ്ണാണ് അതെന്ന് അവർ ചിന്തിക്കുള്ളൂ. അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവളില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് കരഞ്ഞു എടുത്തും കൂട്ടുകാരത്ത് പറയും തീരും. പക്ഷെ അവരുടെ മനസ്സിനുള്ളിൽ അങ്ങനെയല്ല. അവർ കുറെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവരിവിടെ സംസാരിച്ച് അത്രയും ഇഷ്ടത്തിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും, ഒരു മരുമോളെ പോലെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നാളെ ഇതല്ല എന്ന് പറഞ്ഞ് വേറെ ഒരുത്തിയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് പിന്നെ അവരോട് അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് പല വീടുകളിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത്. അപ്പം ഇതേപോലെ എന്ത് ചെയ്തു, അവൻ അവളെ വീട്ടിൽ കൊണ്ട് കാണിച്ചു, സംസാരിച്ചു, വീട്ടുകാരുമായിട്ട് കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യിപ്പിച്ചു, എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. അവന്റെ ഇഷ്ടങ്ങൾ ഇവളുടെ ഇഷ്ടങ്ങളെല്ലാം മുമ്പോട്ട് പോയി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, കയ്യിൽ പൈസ ഇല്ലാതായി, പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരൊക്കെ അവൻ്റെ നഷ്ടപ്പെട്ടു, അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ട് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയ ഒരാള് നാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പം, അല്ലെങ്കിൽ നീ ശരിയല്ല, എനിക്ക് നിന്നെ കൊണ്ട് പറ്റണില്ല, അല്ലെങ്കിൽ ശരിയാവൂല നമ്മുടെ റിലേഷൻ, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്നൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഈ ഫ്രണ്ട് ആയിട്ടിരിക്കണേന്ന്. കാരണം പല പെമ്പിള്ളേരും, അല്ലെങ്കിൽ പല പെമ്പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പറയണമെന്ന് വെച്ചാൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇനി വേണ്ട, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഈ ഫ്രണ്ട്സ് ആയിട്ടിരുന്ന, എൻ്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നവരാണ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത്.
എന്നിട്ടാണ് അവർ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അല്ല, കഷ്ടപ്പെട്ട റിലേഷൻഷിപ്പിലായിട്ടും അവനുമായിട്ട് എല്ലാം ഉണ്ടായിട്ട് നാളെ ഇരുന്ന് അവൻ്റെ അടുത്ത് ഫ്രണ്ട് ആവുക എന്ന് പറയുന്നത് അവനൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പം അവർക്ക് പറ്റണ കാര്യങ്ങളല്ല അതൊക്കെ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോകാതിരിക്കുക. പോവുക, അല്ല പിന്നെ ഫ്രണ്ടായിട്ടൊക്കെ ഇരുന്ന് പിന്നെയും തിരിച്ച് കറങ്ങി വരേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാൻ പറ്റില്ല, അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അതുപോലെ ഇവനും എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അവൾ എന്ത് ചെയ്തു, ആ ഒരു സിറ്റുവേഷനിലെത്തി. അവൻ എന്ത് ചെയ്തു, അവൾ അവനെയും കളഞ്ഞിട്ട് പോയി. അപ്പം അവൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അപ്പം എൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലും കണ്ട ആൾക്കാരൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ജീവിതത്തിൽ ചെയ്യുമ്പം ഇവർക്ക് എന്താണ് അതിന് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. കിട്ടും ചിലപ്പം അതിൽ വലുതും വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് പോയാൽ പോലും ഒരു പോയിന്റ് വരെ പോകാൻ പറ്റും. കർമ്മ എന്ന് പറഞ്ഞ സാധനം ലൈഫിൽ എല്ലാവർക്കും കിട്ടും. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന എന്ത് ശരി ചെയ്താൽ എനിക്കത് കിട്ടും. അതേപോലെ ആണോ പെണ്ണോ അവർ ചെയ്യണം, അവർക്ക് കിട്ടും. അപ്പം ഇഷ്ടപ്പെട്ട് ഒരുത്തൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കണതാണോ നല്ലത്, അല്ലാതെ അവൻ്റെ ഒരു പ്രശ്ന സമയത്ത് അവൻ ഡൗൺ ആവണ സമയത്ത് അവനെ കളഞ്ഞിട്ട് പോകണം നല്ലത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു. ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ഇവൻ്റെ കേസ് ഇങ്ങനെ പല എക്സാമ്പിൾസ് തന്നെ എൻ്റെ ലൈഫ് ഞാൻ കണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഞാൻ കണ്ട് പഠിച്ചതുകൊണ്ട് പലരും ജീവിതങ്ങൾ കണ്ടാണ് നമ്മൾ എക്സ്പീരിയൻസസ് പഠിക്കുന്നത്. ആ എക്സ്പീരിയൻസിന് മുകളിലാണ് ഞാൻ എന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. കാരണം പല തേപ്പ് കഥകൾ, കാരണം പലരും പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ തേക്കുന്നത് കുറവാണ്, ആണുങ്ങളാണ് കൂടുതൽ തേക്കുന്നതെന്നൊക്കെ. പക്ഷേ ഞാൻ ചില ആസ് എ ബോയ് ആണ്ടായി ഞാൻ കാണുന്നതൊക്കെ പെണ്ണുങ്ങൾ തേച്ച് കൊടുക്കണം നല്ലപോലെ തേക്കുക. മീൻസ് ഒരുപക്ഷെ അവർക്ക് നല്ലൊരു ജോലി കിട്ടുമ്പം ചിലപ്പോൾ ജോലിയൊന്നും ഇല്ലായിരുന്നൊരു പയ്യനായിരിക്കും, അപ്പം അവനെ കളഞ്ഞിട്ട് പോവുക. ഇതാണ് കൂടുതൽ. അല്ലെങ്കിൽ അവ ഡൗൺഫോൾ ചെയ്യുന്ന സമയത്ത് ഇല്ല, അവൻ്റെ പുതിയ കാര്യങ്ങൾ, പുതിയ കൂട്ടുകാർ, പുതിയ ലൈഫ് സെറ്റിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് അവിടെ തന്നെ കളഞ്ഞിട്ട് പോവുക. ഇങ്ങനെ 2 സെറ്റ് ഓഫ് പിള്ളേരാണ് ഉള്ളത് മൊത്തത്തിൽ. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ബ്രേക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അതിപ്പം ആളുടെ റൈറ്റ്, എനിക്ക് ഇഷ്ടമല്ല, ഒരുത്തന് പറ്റൂല. നിങ്ങൾക്ക് ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ടോക്സിക് എന്ന സാധനമുണ്ട്. ചിലവന്മാരെ ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കൂല, അവരെ ജീൻസ് പൊക്കിയിടാൻ അതല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവന്മാരെ അപ്പം കളയണം, വെച്ചോണ്ടിരിക്കല്. അങ്ങനെയുള്ളവന്മാരല്ല. കഷ്ടപ്പെട്ട് സന്തോഷത്തോടെ നിങ്ങളോട് ജീവിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഒന്ന് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, നിസ്സാരമായ കാരണങ്ങളായി നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്ത് പോകില്ല. കാരണം അതുപോലെ പയ്യനെ പിന്നെ കിട്ടൂല. ഞാൻ ഉദ്ദേശിക്കണം മറ്റേ ഈ ഓരോമാരെ കൊണ്ടല്ല, മറ്റേ വലിച്ചിട്ട് കയറ്റിയിട്ട് ഒന്ന് അടിയും തന്നിട്ട് മറ്റേ ഈ ഡ്രസ്സ് ഇടല് ആ ഡ്രസ്സ് ഇടല് ഓടി അങ്ങനെ ടോക്സിറ്റി ഉള്ളവന്മാരെ അപ്പം കളയണം, ഒരു ആടിയും കൊടുത്ത് പറഞ്ഞു. അതല്ല ഞാൻ പറയണം. അല്ലാത്ത ആൾക്കാർ സന്തോഷത്തോടെ സ്നേഹിക്കാൻ മാത്രം മനസ്സുള്ള കുറച്ച് പയ്യന്മാർ കാണും, അല്ലെങ്കിൽ പെമ്പിള്ളേരും കാണും. അവരെ കളയില്ല. അവരെ നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഒരിക്കലും നമുക്ക് വൺസ് നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് പോയി കുറേ വർഷം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വന്നാലും നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടണമെന്നില്ല. എത്ര ശ്രമിച്ചാലും ഒട്ടത്തില്ല. നമ്മൾ ചിലത് അകറ്റി വേറെ പിരിച്ചു കഴിഞ്ഞാൽ ചിലത് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര പാടാണ് ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള സ്നേഹങ്ങളോ ബന്ധങ്ങളോ കളയാതിരിക്കുക. അത് കൂട്ടുകാരായിരുന്നാലും റിലേഷൻഷിപ്പിലായാലും എനിക്കത് പറയാൻ നിങ്ങളോടുള്ള കാര്യം അതാണ്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫിൽ എന്താണോ സന്തോഷമുള്ളത്, എവിടെയാണോ നമുക്ക് സന്തോഷം കിട്ടണത്? നമുക്ക് സന്തോഷമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളപ്പം നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഒരിക്കലും നമ്മളാൽ ഒരാളെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കിട്ടൂല. ചിലപ്പോൾ നമ്മുടെ ഈഗോ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെറിയ തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കൊരു പ്രശ്നം ഉണ്ടാവും, ഓക്കെ, എൻ്റെ ഒരു ഈഗോ ആണ്, ഞാൻ ഒന്ന് ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നീ നാളെ പറയുവാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോഴത്തേ അവർ ഓക്കെ പറയും. അല്ലെങ്കിൽ ഞാൻ ഒരു സോറി പറയാൻ തീരുന്ന കാര്യമാണെങ്കിൽ പോട്ട്, നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ഹാപ്പിനെസ് അല്ലേ വേണ്ട. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ കളയാൻ വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നിങ്ങളോട് ഈ പറയാനുള്ളത്, നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ചെയ്യണതൊക്കെ ഓക്കെ, നിങ്ങളെ ഇഷ്ടമാണ്, ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ വിൽ. ബട്ട് എങ്കിലും ഞാൻ പറയണത്, ഇഷ്ടപ്പെട്ട ഒരാൾ, സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ എടുത്ത് കളയാതെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ബ്രേക്കപ്പ് എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഒന്നിച്ച് മുമ്പോട്ട് സ്നേഹത്തോടെ പോകാൻ ഭയങ്കര പാടാണ്. അത് നിങ്ങൾ നേടുമ്പോഴാണ് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവണം. ഈ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഒന്നും കൂടെ ചിന്തിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടി. സോ ഫർദർ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. സോ നിങ്ങൾക്ക് തന്നെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ സി ബൈ.